നമ്മൾ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ജീവിതം ഒരു മാഫിയ തടവിലാണ് എന്നാണ്. ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളക്കേസ് താൻ കൊടുത്തിട്ടുള്ളതല്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നും അതിന് തെളിവായി ഒരു ശബ്ദരേഖയുണ്ട് എന്നും ഞാൻ കാലങ്ങളായി പറയുന്നു. പരാതി കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനെ എല്ലാം അടച്ചിരുന്നത് എനിക്ക് ഭ്രാന്താണ്, ഈസോഫ്രീനിയാണ്, ഞാൻ മയക്കുമരുന്നിന് അടിമയാണ് തുടങ്ങിയ വിദണ്ഡവാദങ്ങൾ കൊണ്ടാണ്. ഇപ്പോ ഞാൻ പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. എന്തുകൊണ്ട് മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ദിലീപും മഞ്ജു വാര്യറും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു വീഡിയോ. ആ ഒരു വീഡിയോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടുകൂടി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒഴിവായിരിക്കണം കേട്ടോ. എല്ലാം പോസിറ്റീവ് കമന്റ്സുകളാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇനിയും മഞ്ജു വാര്യറും ദിലീപും ഒന്നിച്ച് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട നടീനടന്മാരായിരുന്നു. അവർ ഡിവോഴ്സ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. അപ്പോൾ പൊതുവായിട്ട് ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരുമിച്ച് എല്ലാ ആൾക്കാർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. മഞ്ജു വാര്യറും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിലിപ്പം പ്രത്യേകിച്ച് പുതുമയായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മഞ്ജു വാര്യരുടെ പക, വൈരാഗ്യം അങ്ങനെയുള്ള സംഭവങ്ങൾ വയ്ക്കാത്ത ഒരാളാണ്. നമുക്കറിയാം ഈ കുറച്ച് നാൾക്ക് മുന്നേ ദിലീപുമായിട്ട് ഡിവോഴ്സ് ആയ സമയത്ത് എന്നിട്ടാണ് ആ ഒരു കോടതി മുറ്റത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഈ ഒരു ദിലീപിന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെയാണ് പുറത്തേക്ക് വന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാന്നുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് മഞ്ജു വാര്യരിൽ നിന്നും വിവാഹമോചനം തേടി ദിലീപ് കോടതിയെ സമീപിച്ചത്. പിന്നീട് ജൂലൈ 24-ന് ഇരുവരും എറണാകുളം കുടുംബ കോടതിയിൽ സംയുക്ത വിവാഹമോചന ഹർജി നൽകി. നിയമപ്രകാരമുള്ള 6 മാസത്തെ സമയത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച ഇരുവരും വീണ്ടും കൌൺസിലർക്ക് മുമ്പിലും ജഡ്ജിക്ക് മുമ്പിലും ഹാജരായി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അറിയിച്ചു. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് എറണാകുളം കുടുംബ കോടതി ജഡ്ജി പി മോഹൻദാസ് ഇരുവർക്കും വിവാഹമോചനം അനുവദിച്ചു. ദിലീപും മഞ്ജു വാര്യരും ഇന്ന് കോടതിയിൽ ഹാജരായില്ല. മകൾ മീനാക്ഷിയുടെ കാര്യത്തിലും സ്വത്ത് സംബന്ധിച്ചും ഇരുവരും തമ്മിൽ കോടതിക്ക് പുറത്ത് ധാരണയായിരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്ന ദിലീപിന്റെ അപേക്ഷ കോടതി അനുവദിച്ചിരുന്നു. സല്ലാപം സിനിമയിലൂടെ വെള്ളിത്തിരയിൽ ആദ്യമായി ജോഡികളായ ദിലീപും മഞ്ജു വാര്യരും 1998-ലാണ് ജീവിതത്തിൽ ഒന്നിച്ചത്. വിവാഹശേഷം സിനിമാഭിനയം നിർത്തിയ മഞ്ജു വാര്യർ 2012-ൽ നൃത്തവേദിയിലേക്കും പിന്നീട് സിനിമയിലേക്കും തിരിച്ചു. ഇപ്പോ മഞ്ജു വാര്യർ ഇന്ന് ലോകം അറിയുന്ന ഒരു കോടീശ്വരി കൂടിയാണ്. സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാനും എങ്ങനെ ജീവിക്കാനും എന്നുള്ളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞു. ദിലീപിനെ കണ്ടാലും മഞ്ജു വാര്യനെ ഒന്നും തോന്നാൻ പോകുന്നില്ല. ദിലീപ് ഒന്നിക്കാണോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ളത്. അതിനെ എങ്ങനെ ഒന്നിക്കും? ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വന്നു കയറിയാൽ ആ ഒരു ജീവിതം അവിടെ ഇല്ലാണ്ടാകും. അത് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും സംഭവിക്കുന്നത്, ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ വേറൊരു വ്യക്തി കിടന്ന് കളിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ജീവിതം ഒരു മാഫിയ തടവിലാണ് എന്നാണ്. ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളക്കേസ് താൻ കൊടുത്തിട്ടുള്ളതല്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നും അതിന് തെളിവായി ഒരു ശബ്ദരേഖയുണ്ട് എന്നും ഞാൻ കാലങ്ങളായി പറയുന്നു. പരാതി കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനെ എല്ലാം അടച്ചിരുന്നത് എനിക്ക് ഭ്രാന്താണ്, ഈസോഫ്രീനിയാണ്, ഞാൻ മയക്കുമരുന്നിന് അടിമയാണ് തുടങ്ങിയ വിദണ്ഡവാദങ്ങൾ കൊണ്ടാണ്. ഇപ്പോ ഞാൻ പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. എന്തുകൊണ്ട് മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നോക്കൂ ഒരു നാടകം അരങ്ങേറുന്നത്. 2 ദിവസം മുൻപ് ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് പങ്കെടുത്തു എന്നൊരു വാർത്ത പുറത്തു വന്നു. അതിൽ അവർ കണ്ടോ കണ്ടില്ലയോ, സംസാരിച്ചോ സംസാരിച്ചില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ 2 ദിവസം അന്തരീക്ഷത്തിലുണ്ടായി. ഇന്നലെ മറ്റൊരു ചിത്രം പുറത്തു വന്നു. മഞ്ജു വാര്യർ ദിലീപിന് കൈ കൊടുത്തു, കൈ കൊടുത്തില്ല. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കുറച്ച് ഫോട്ടോസും പുറത്തുവിടുന്നു. ചിത്രത്തിൽ വളരെ കൃത്യമായി ഒരു കാര്യം കൂടി കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരു ക്യാമറയുണ്ട്. ഒന്നല്ല, നിരവധി ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ആ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യമല്ലേ ആദ്യം പുറത്തു വരിക സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് ആ ചിത്രങ്ങൾ പുറത്തു വരാതെ ഏതോ ഒരു കോണിൽ നിന്നും പാപ്പരാസി പകർത്തിയത് എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രം പുറത്തു വരുന്നു? എനിക്കിപ്പോഴും മനസ്സിലാവുന്നത് ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട്, പക്ഷെ അതിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന് മഞ്ജു വാര്യരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ളൂ എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. എന്താ അല്ലേ? ഈ നാടകം വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മഞ്ജു വാര്യർ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതിലൊരു വലിയ അപകടം കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അന്ന് ആ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്ക് വിശ്വസ്തരായ ഒരുപാട് ആളുകൾ പോയതിനു ശേഷം മഞ്ജു വാര്യർ മാത്രവും ദിലീപും അയാളുടെ കൂടെയുള്ള സംഘങ്ങളും ചേർന്നിട്ടുള്ള ഒരു നാടകമാണ്. അതിനകത്ത് ഒരു സ്ത്രീ പോലും ഇല്ല.
നിറയെ പുരുഷന്മാരാണ്. സിനിമാ മേഖലയിൽ പോലും ഉള്ളവരാരുമില്ല. എത്ര ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ കാണുന്നത് ആരെയാണ്? അവരുടെ മുൻ ഭർത്താവിനെ. വളരെയധികം വൈരാഗ്യങ്ങളുണ്ട് എന്ന് കേസുകളിലൂടെയും വാർത്തകളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരാളാണ്. ഒന്നല്ല, നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഇതിലൊന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കേസാണ്. മറ്റൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസാണ്. വേറൊന്ന് മെമ്മറി കാർഡ് കോടതിയിൽ നിന്നും എടുത്തുകൊണ്ട് പോയി എന്നുള്ളതിൽ സംശയം നേരിടുന്ന ആളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ മഞ്ജു വാര്യരോട് വിരോധം പുലർത്തുന്ന ആളാണ്. അയാളെയാണ് അവർക്ക് വേണ്ടപ്പെട്ട ആരുമില്ലാതെ വളരെ സ്റ്റേജിലായിട്ടുള്ള നിലയിൽ അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം ഉള്ളപ്പോൾ കൂടിക്കാണുന്നതായിട്ട് പ്രചരിക്കുന്നത്. എന്റെ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിലുണ്ട്. ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്തരം നാടകങ്ങൾ കൊണ്ട് കേരളീയരെ മുഴുവനും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാഫിയ. ഇത് തിരിച്ചറിയണം. ഇതേപ്പറ്റി ശബ്ദമുയർത്തണം. കേരളീയർ ഇത്തരം മാഫിയ മാനിപ്പുലേഷനുകളിൽ വീണു പോകാൻ പാടുള്ളത്. മനസ്സിലാവാത്തത് മഞ്ജു വാര്യരും ദിലീപും ഡിവോഴ്സ് കഴിഞ്ഞ 2 വ്യക്തികളാണ്. അവർക്കൊരു മകളും ഉണ്ട്. ആ ഒരു മകളിരിക്കെ പിന്നെ അവരിനി മകളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ആൾക്കാരാണ്. ഇയാൾക്ക് എന്താണ് ഇത്ര വെപ്രാളം പ്രശ്നം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. 2 പേരും വേർപിരിഞ്ഞെങ്കിലും അവരുടെ മകൾ അതിന്റെ നടുക്കുണ്ട്. അതായത് മനസ്സിലാക്കുകയും ഇതെന്തിനാണ് ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. മഞ്ജു വാര്യർ ഇതുവരെക്കും ഇതിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ചുമ്മാ അതല്ലേ ഇതല്ലേ ഞാൻ പരാതി കൊടുത്തു ചുമ്മാ അവരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് അവരിങ്ങനെ ടോർച്ചർ ചെയ്യും പോലെയാണ് തോന്നുന്നത്. അവർക്കില്ലാത്ത പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സനൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ ഇട്ട് വരാം. അതുവരെ